പ്രൈസ് ദി ലോർഡ്. വേദശാസ്ത്രത്തിന്റെ 6ാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വചനം കേൾക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട 5 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 6ാമത്തെ കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 2 കൊരിന്ത്യർ ലേഖനം 7ാം അധ്യായം അതിന്റെ 8-9 വാക്യങ്ങളിൽ നിന്നാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്ന് വരികിലും ഞാൻ അനുഭവിക്കുന്നില്ല. ആ ലേഖനം നിങ്ങളെ കുറെ നേരത്തേക്കെങ്കിലും ദുഃഖിപ്പിച്ചു എന്ന് കാണുന്നത് കൊണ്ട് മുമ്പേ അനുഭവിച്ചുവെങ്കിലും ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാൽ അത്രേ. നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിലും ഛേദം വരാതെ വണ്ണം ദൈവഹിതപ്രകാരമല്ലോ നിങ്ങൾ ദുഃഖിച്ചത്. അപ്പൊ ഇവിടെ വചനം കേട്ട് കഴിയുമ്പോൾ നമ്മൾ മാനസാന്തരത്തിനായിട്ട് ദുഃഖിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുക. ഇന്ന് വചനം കേൾക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥമായി മാനസാന്തരത്തിനുള്ള ഒരു ദുഃഖം പലരിലേക്കും വരുന്നില്ല. അതുകൊണ്ട് അതൊരു ദൈവിക ഹിതപ്രകാരമുള്ള ഒരു ദുഃഖമായി മാറുന്നില്ല. ഇന്ന് ലോകത്തിലുള്ളവർ ദുഃഖിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് മാനസാന്തരം വരുന്നില്ല. അതേപോലെയാണ് ഇന്ന് ദൈവമക്കളുടെ ജീവിതത്തിലും വചനം കേൾക്കുമ്പോൾ യഥാർത്ഥമായ ഒരു ദുഃഖം അല്ലെങ്കിൽ മാനസാന്തരത്തിനായിട്ടുള്ള ദുഃഖം എന്ത് ചെയ്യുന്നില്ല, അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്ന് വരികിലും. അപ്പൊ യഥാർത്ഥത്തില് ഞാൻ നേരത്തെ പറയുന്ന പോലെ, എപ്പോഴും പറയാറുള്ളത് പോലെ, ലേഖനത്തിലാണ് നമ്മുടെ കുറവുകളെ വെളിപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തി വെച്ചിരിക്കുന്നത്. തന്റെ മണവാട്ടിക്ക് ഒരുങ്ങുവാനുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതലായി ലേഖനങ്ങളിലാണ് ഉപദേശങ്ങൾ കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പൗലോസ് പറഞ്ഞത്, ഞാൻ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്ന് വരികിലും. അപ്പോൾ യഥാർത്ഥമായിട്ട് ഈ ലേഖനങ്ങൾ വിശ്വാസികളിൽ ഒരു ദുഃഖം വരുത്തി എന്ന് വചനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും എന്ത് ചെയ്യണം, ഒരു ദുഃഖം നിശ്ചയമായിട്ടുണ്ടാകണം. അത് എന്തിനു വേണ്ടിയാണ്? മാനസാന്തരത്തിലേക്ക് വേണ്ടിയുള്ള ഒരു ദുഃഖം നിശ്ചയമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, ഈ സദൃശ്യവാക്യങ്ങൾ അതിന്റെ 28ാം അധ്യായം, സദൃശ്യവാക്യങ്ങൾ അതിന്റെ 28ാം അധ്യായം അതിന്റെ 13ാം വാക്യം, 13ഉം 14ഉം വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. എന്നിട്ട് പറഞ്ഞു, എപ്പോഴും ഭയത്തോടിരിക്കുന്ന മനുഷ്യനും ഭാഗ്യവാൻ, ഹൃദയത്തെ കഠിനമാക്കുന്നവരോ അനർത്ഥത്തിൽ അകപ്പെടും. അപ്പൊ ഇവിടെ വളരെ കൃത്യമായിട്ട് പറയാണ്, തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറയുന്നവനാണ് കരുണ ലഭിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തില് നമ്മൾ ഒന്ന്, ലംഘനങ്ങളെ മറച്ചു വെക്കാൻ പാടില്ല. 2, ഏറ്റുപറയുക മാത്രമല്ല, ഉപേക്ഷിക്കണം. ഇന്ന് പലരും ഏറ്റുപറയും. എല്ലാ ദിവസവും വചനം കേൾക്കുമ്പോൾ ഏറ്റുപറയും, ക്ഷമിക്കണം പറയും. പക്ഷേ ആ പാപപ്രവർത്തികൾ ഉപേക്ഷിക്കുവാനുള്ള മനസ്സ് പലർക്കുമില്ല. ഞാൻ നാളെ ഒരാളായിട്ട് സംസാരിച്ചപ്പം, ഭയങ്കര മദ്യപാനിയാണ് ഇദ്ദേഹം. അപ്പൊ ഞാൻ നിങ്ങളുടെ മദ്യപാനം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും എന്റെ മദ്യപാനം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണെന്നാ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പലരും മാനസാന്തരത്തിനായിട്ട് ദുഃഖിക്കാതെ ആ പാപപ്രവർത്തികളെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോവുക. പക്ഷെ ആർക്കാണ് കരുണ ലഭിക്കുന്നത്? അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവർക്കാണ് കരുണ ലഭിക്കുന്നത്. നമുക്കറിയാം, ഈ ലൂക്കോസിന്റെ വിശേഷം അതിന്റെ 15ാം അധ്യായം അതിന്റെ 17ാം വാക്യം. ആ വാക്യം പറഞ്ഞത് ഇങ്ങനെയാണ്, അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. കണ്ടോ? അപ്പോൾ യഥാർത്ഥത്തില് ഈ ഇളയ മകൻ, അല്ലെങ്കിൽ നമ്മളൊക്കെ പറഞ്ഞവൻ എന്ത് ചെയ്തു, മുടിയൻ പുത്രനാക്കി വെച്ചു, യഥാർത്ഥ ഇളയ മകൻ. അപ്പൊ അവൻ അവന്റെ സ്വത്തെല്ലാം അപ്പന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ദൂരദേശത്തേക്ക് പോയിട്ട് എന്ത് ചെയ്തു, അവൻ ദൂർത്തടിച്ചു, എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. അവസാനം പന്നിക്ക് കൊടുക്കുന്ന വാളവര പോലും കഴിപ്പാൻ ആഗ്രഹിച്ചിട്ട് അതുപോലെ അവന് കിട്ടിയില്ല.
അപ്പൊ ആ സമയത്താണ് അവൻ എന്ത് വന്നു എന്നാ, ഒരു സുബോധം വന്നു. എന്നിട്ട് അവൻ പറയാണ്, എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിക്കുന്നു. എന്നിട്ട് അവന്റെ തീരുമാനമാണ്, ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. കണ്ടോ, അവൻ ആ പാപത്തെ കുറിച്ചൊരു ബോധ്യമായി. എന്നിട്ട് അവൻ അപ്പന്റെ അടുക്കലേക്ക് നടന്നു നീങ്ങുകയാണ്. അപ്പൊ അവനെ സ്വീകരിക്കുന്ന ഒരു അപ്പനെ നമ്മൾ കാണുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ നമുക്കൊരു ദുഃഖം വരിക മാത്രമല്ല, മാനസാന്തരത്തിനായിട്ടുള്ള ദുഃഖം വന്ന് നമ്മൾ ദൈവസന്നിധി ഏറ്റുപറഞ്ഞ ദൈവസന്നിധിയിലേക്ക് നമ്മൾ ചെല്ലേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിലില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അപ്പൊ ഇവിടെ യോഹന്നാൻ അപ്പോസ്തലനാണ് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നത്. അവിടെ എന്താ പറയുന്നത്, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ. അപ്പൊ യോഹന്നാൻ അപ്പോസ്തലനെ കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വിശ്വാസികളെ സംബന്ധിച്ചുള്ള കാര്യമാണ്, ലോകരെ സംബന്ധിച്ചുള്ള കാര്യമല്ല. ഇത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന വിശ്വാസികളോടുള്ള ബന്ധത്തിലാണ് ഈ വാക്യം പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തില് വാക്കിലോ പ്രവൃത്തിയിലോ നോട്ടത്തിലോ ഒക്കെ തെറ്റുകൾ വന്നാൽ, കാരണം അതിന്റെ കാര്യം എന്താണ്, നമ്മുടെ ആത്മാവിന്റെ നീതീകരണം മാത്രമേ നടന്നിട്ടുള്ളൂ, ശരീരത്തിന്റെയും പ്രാണന്റെയും നീതീകരണം നടന്നിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ എന്ത് ചെയ്യാം, തെറ്റുകൾ വരാം. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അവിടെ പറയാണ്, നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമായ കർത്താവാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ മാനസാന്തരത്തിനായിട്ട് ദുഃഖിച്ച് ദൈവഹിതപ്രകാരം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ നമ്മൾ ഏറ്റുപറയണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനും നീതിമാനുമായ കർത്താവാണ്. നമുക്കറിയാം, ഇതിന്റെ 2-ാം അധ്യായം തന്നെ 1 യോഹന്നാൻ 2:1 പറയുന്നു, എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. കണ്ടോ, അപ്പോൾ യഥാർത്ഥത്തില് രക്ഷിക്കപ്പെട്ട ദൈവ പൈതല് യേശു കർത്താവിനോട് എന്ത് ചെയ്യണം, നമ്മുടെ പാപങ്ങൾ എന്ത് ചെയ്യണം, ഏറ്റുപറയേണ്ടതാവശ്യം.